ഈയിടെ ശബരിമലയിലെ വാവൂർ സ്വാമിയുമായിട്ടും അതുപോലെ തന്നെ വാപ്പർ സ്വാമിയുമായിട്ടും ബന്ധപ്പെട്ട് ചില വലിയ വിവാദങ്ങൾ ഉയരുകയുണ്ടായി. അതിനെ തുടർന്ന് എരുമേലിയിൽ വാപ്പർ സ്വാമിയുടെ ഒരു ക്ഷേത്രം പണിയണം എന്ന ഒരു ആവശ്യത്തെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പൂജകൾ നടക്കുകയുണ്ടായി. അതിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി ജി തമ്പി, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ ഭാർഗവറാം, കൂടാതെ DSJPയുടെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ മഹാരാഷ്ട്ര NSSൻ്റെ പ്രസിഡൻറ്റുമായ ഹരികുമാർ മേനോൻ, ഇവരൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ശ്രീ ഹരികുമാർ മേനോനാണ്. അവിടെ അന്ന് കൃത്യമായിട്ട് എന്താണ് നടന്നത്? ജൂലൈ 11 വെള്ളിയാഴ്ച എരുമേലിയിൽ വാവുര സ്വാമിയുടെ ക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടം എന്നുള്ള രീതിയിൽ അവിടെ നടന്നൊരു സങ്കല്പ പൂജയാണ്. അതിനുള്ള കാരണം ഈ എരുമേലിയിലെ സ്ഥലം ശരിക്കും അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു ജോഷി പ്രഭാകരാണ്. അദ്ദേഹം ഒരു വലിയ അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം ഒരു വ്യവസായം കൂടിയാണ്. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. ആ ബാങ്കിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ സ്ഥലത്തിനെ പറ്റിയുള്ള അറിവ് കിട്ടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ സ്ഥലം മേടിക്കുകയാണ് ബാങ്കിൽ നിന്ന്. ബാങ്ക് ഓപ്ഷൻ വെച്ച സ്ഥലമാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ആ സ്ഥലം മേടിച്ചതിന് ശേഷം പല അസ്വസ്ഥതകളുണ്ടായെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് വലിയ ദേവപ്രശ്ന ജ്യോതിഷിയായ പത്മനാഭ ശർമ്മയെ അദ്ദേഹം കാണുകയും അതിനു മുമ്പ് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണോ ഈ പൂജ നടന്നത്? അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് പൂജ നടന്നത്. ഈ സ്ഥലം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അവിടെ ഈ പ്രശ്നം നടന്നു എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന് എന്തൊരു സ്വപ്നം കണ്ടിട്ടാണോ അതോ എന്ത് കാരണം കൊണ്ടാണ്? അതെ, ഈ സ്ഥലം അദ്ദേഹം മേടിച്ചത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ഉണ്ടായ ചില അസ്വസ്ഥതകൾ കാരണമാണ് അദ്ദേഹം ഈ പറയുന്ന ജ്യോതിഷിയെ കാണുന്നത്. അപ്പോഴാണ് പ്രശ്നം വെച്ച് പറയുന്നു, ഈ സ്ഥലം അയ്യപ്പസ്വാമിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇവിടെ എന്താ പറയുക, ഒരു ബിസിനസ് ചെയ്ത് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. ആ അഷ്ടമംഗല പ്രശ്നത്തിൽ അവിടെ ഒരു വാപുര സ്വാമി ക്ഷേത്രം നിർമ്മിക്കണമെന്ന് കാണുകയുണ്ടായോ? അന്നത്തെ അഷ്ടമംഗലിലെ പ്രശ്നം വെച്ചപ്പോൾ അന്ന് പങ്കെടുത്ത ജ്യോതിഷികൾ പറഞ്ഞത്, ഈ സ്ഥലത്ത് 400 വർഷം മുമ്പ് വാപുരിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ സ്ഥലം അയ്യപ്പസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. കാരണം ഈ എരുമേലി എന്ന് പറയുന്നത് തന്നെ അയ്യപ്പസ്വാമി മഹർഷിയെ വധിച്ചതിന് ശേഷം അദ്ദേഹം വിശ്രമിച്ച സ്ഥലം. അന്ന് ഈ പറയുന്ന മഹർഷിയെ കൊല്ലാൻ ഉപയോഗിച്ച വാള് അടുത്തൊരു കുളത്തിൽ പോയി അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാൾ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയും വാപുരനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് എരുമേലിയിലെ ഈ പറയുന്ന സ്ഥലം. പുത്തൻ വീട് ഒരു വീട് അന്നുണ്ടായിരുന്നു. ആ പുത്തൻ വീട് എന്നുള്ള ആ വീട് ഇപ്പോഴും, അന്ന് അതൊരു ചെറിയ വീടാണ്, ആ ചെറിയ വീട് അതുപോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ അയ്യപ്പസ്വാമി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ മഹർഷിയെ കൊല്ലാൻ ഉപയോഗിച്ച വാളും അയ്യപ്പസ്വാമിയുടെ ചിത്രവും പൂജ എല്ലാം അവിടെ മുറ പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഭക്തർ അവിടെ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം ഈ പിറന്ന പുത്തൻ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ ജോഷി പ്രഭാകർ മേടിച്ച സ്ഥലം. അവിടെയാണ് പൂജ നടത്തിയത്. അപ്പോൾ ഈ വാവർ സ്വാമിയും അതുപോലെ തന്നെ ഈ വാപുരനും അവർ ഒന്നാണോ, അതോ അവർ ഈ സങ്കല്പങ്ങളെ ഒന്ന് വിശദീകരിക്കുകയാണോ? ഇത് എനിക്ക് തോന്നുന്നു പലർക്കും ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. വാവർ സ്വാമിയും വാപുരനും ഒന്നല്ല. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടത് വാപുരനാണ്. മറ്റേത് തീർച്ചയായിട്ടും എരുമേലിയിൽ വാവർ സ്വാമിയുടെ പള്ളി കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അവിടെ വാവർ സ്വാമി എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അത് നയനാർ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അയ്യപ്പൻ്റെ ചരിത്രം പറയുമ്പോൾ അടുത്ത കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, അയ്യപ്പൻ്റെ ചരിത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷേ ഒരു 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാവർ സ്വാമിയുടെ കഥ വന്നിരിക്കുന്നത്. അപ്പം വാവരും വാപുരനും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ വാവൂർ പള്ളി എന്നൊന്നില്ലേ? അവിടെ ആരും പോകണ്ട എന്ന് പറയുന്നുണ്ടോ? വാവൂർ പള്ളി ഉണ്ട്, അവിടെ ഒരു മുസ്ലിം ദേവാലയം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലാ വർഷവും തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പന്മാർ പേട്ട കെട്ടി അവിടെ എരുമേലിയിൽ 2 ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. ഒന്ന് വല്യമ്പലം, ഒന്ന് കൊച്ചമ്പലം. കൊച്ചമ്പലത്തിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. പേട്ടതുള്ളൽ കഴിഞ്ഞ് അയ്യപ്പ ഭക്തർ വാവൂർ പള്ളിയിൽ പോകാറുണ്ട്.
അവിടെ അവർ കാണിക്കർപ്പിക്കാറുണ്ട്, അവിടെ അവർ നാളികേരം മുടയ്ക്കാറുണ്ട്. അതൊക്കെ ശരിയാണ്. അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതും ശരിയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും വാവര് പള്ളി എന്ന് എഴുതിയിട്ടില്ല, അവിടെ നയനാർ പള്ളി എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും എന്താ പറയണ്ടേ, നമുക്ക് സത്യമായൊരു കാര്യം വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. വാപുരൻ എന്ന് പറഞ്ഞാൽ ശിവഭൂതഗണങ്ങളിൽ ഒരു പ്രധാനിയായിരുന്നു, അയ്യപ്പസ്വാമിയുടെ സേവകനായിരുന്നു. എരുമേലിയിൽ ഈ മഹിഷിയെ മർദ്ദിച്ചതിന് ശേഷം അയ്യപ്പൻ ശബരിമലയ്ക്ക് പോവുകയാണ് പുലിപ്പാൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അയ്യപ്പനെ അനുഗമിക്കുന്നു, അതിനുശേഷം തിരിച്ചു വരുമ്പോഴും അനുഗമിക്കുന്നു. അപ്പം ചരിത്രമനുസരിച്ചിട്ട് വാപുരനോട് അയ്യപ്പസ്വാമി പറയുന്നത് എരുമേലിയിൽ വസിക്കണമെന്നും എല്ലാ വർഷവും തൻ്റെ ഭക്തർ ശബരിമലയിലോട്ട് വരുമ്പോൾ അവരെ സംരക്ഷിക്കണം, അവർക്കൊരാപത്തും വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ വാവർ പള്ളിയിൽ എല്ലാവരും അർപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് ചുറ്റും ചില വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ. അതായത് ഈ വാവർ പള്ളിയിൽ ആൾക്കാരിടുന്ന പൈസ, അതായത് അവർ പറയുന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു പ്രസ് റിലീസ് അനുസരിച്ചിട്ട് 2020 അവിടെ മണ്ഡലകാലത്തും മരവിളക്കിൻ്റെ സമയത്തും കൂടി ഏകദേശം 10 ലക്ഷം രൂപ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അതിനേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കും. അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ പൈസ ആർക്കാണ് പോകുന്നത്? ഇത് ദേവസ്വം ബോർഡിനാണ് പോകുന്നത്. ഈ പൈസ ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾക്ക് അറിയാവുന്നിടത്തോളം അത് ഒരു ഏതാണ്ട് 17-18 പേര് അടങ്ങുന്ന ഒരു മുസ്ലിം കുടുംബമുണ്ട്, 10-18 കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്കാണ് അവിടുന്ന് വരുന്ന എല്ലാ വരുമാനവും പോകുന്നത്. അല്ലാതെ അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു എന്താ പറയുക വികസന കാര്യത്തിന് ഉപയോഗിക്കുന്നതായിട്ട് അങ്ങനെയുള്ള യാതൊരു അറിവുമില്ല. അതൊരു ഫാമിലിയിലോട്ട് പോകുന്നു ആ പൈസ. അതെ, എൻ്റെ അറിവനുസരിച്ചിട്ട് അവിടെ ഒരു അബ്ദുൽ റഷീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റ്, അദ്ദേഹമാണ് അവിടെ ഇരുന്ന് ഈ വാളിൻ്റെ, നേരത്തെ പറഞ്ഞ വാളിൻ്റെ അടുത്തിരുന്ന് പ്രസാദം വരെ കൊടുക്കുന്നത്. അപ്പോൾ ഈ സങ്കല്പത്തോട് ഹിന്ദുക്കൾ ചേരാതിരിക്കും, അത് വേറെ വിഷയം. കാരണം അവിടെ പോകുന്നവരെല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് എത്രത്തോളം ഇസ്ലാം വിശ്വാസമായിട്ട് ചേർന്ന് പോകും? ഇസ്ലാം വിശ്വാസമായിട്ട് ചേർന്ന് പോകുന്നതല്ലല്ലോ ഇത്. കാരണം ഇസ്ലാം വിശ്വാസം അനുസരിച്ചിട്ട് ഇതുപോലുള്ള പ്രതീകങ്ങളൊന്നുമില്ല. അവർ ഏകദൈവ വിശ്വാസികളാണ്. ഇതേ രീതിയിൽ അവിടെ വേറൊരു ക്ഷേത്രമുള്ളത് നമുക്കറിയാം, മാളികപ്പുറത്തമ്മയുടെയാണ്. മാളികപ്പുറത്തമ്മയുടെ സങ്കല്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ചീരപ്പഞ്ചിറ എന്ന് പറഞ്ഞിടത്ത് മുഹമ്മയ്ക്കടുത്ത് അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ കളരിക്ക് പഠിക്കാനായിട്ട് അവരുടെ അച്ഛനാണ് കളരി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, മണികണ്ഠൻ, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി അവിടെ പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹമായിട്ട് അവർ ഇഷ്ടമായതിന് ശേഷം സ്വാമി പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയാണ്, പക്ഷേ എന്നിൽ ഇത്രയധികം സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ മാളികപ്പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത്. ആ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അവരുടേതായിട്ടുള്ളൊരു സ്ഥലവും ചില ഐതിഹ്യങ്ങളും നമുക്ക് പോയി കാണാവുന്ന, ഞാൻ പോയിട്ടുണ്ട് ചീരപ്പഞ്ചിറയിൽ, അങ്ങനെ ചില സംഗതികളുണ്ട്. ഈ വാവർ സ്വാമിയായിട്ട് അങ്ങനെ, ഈ വാവർ സങ്കല്പവുമായിട്ട് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ വെളിയിലുണ്ടോ എരുമേലിക്ക് പുറത്ത്? വാവർ സങ്കല്പമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഇപ്പോൾ ഞാനും ഇതിനകത്ത് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ ഈ വാവര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പുതിയ ചർച്ചുകളാണെങ്കിലും പള്ളികളാണെങ്കിലും പല സ്ഥലങ്ങളിലും അമ്പലങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു അമ്പലം വാവറിൻ്റെ പേരിൽ വരുന്നതിന് എന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത്? എല്ലാവരും എതിർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്കെല്ലാം അറിയാമല്ലോ. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ മതസൗഹാർദ്ദം തകരുമെന്നുള്ളത്. എനിക്കറിയാവുന്നിടത്തോളം എരുമേലിയിലെ ഇസ്ലാം സഹോദരങ്ങളെല്ലാം അവർ ഈ പറയുന്ന ക്ഷേത്ര സമുച്ചയം അവിടെ വരുന്നതിന് ആരും എതിരല്ല. അവർക്ക് എതിർക്കാനും പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. നമ്മൾ അവരുടെ വിശ്വാസത്തെ കൈകടത്തുന്നില്ലല്ലോ. ഇപ്പോൾ പിന്നെ ഈ പല ആളുകളും രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യം എന്താണ്, വാവർ പള്ളിയെ തകർക്കാൻ വേണ്ടിയാണോ വാവറിൻ്റെ അമ്പലം കൊണ്ടിരുന്നത്? ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്ന പോലെ അവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു കുബുദ്ധിയാണത്, വേറൊന്നുമില്ല. നമ്മൾക്ക് അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യങ്ങളുമില്ല. നമ്മൾക്ക് ഇത് തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്, ഹിന്ദു മത സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
താമസിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. സോ ആ ബാബരസ്വാമി ക്ഷേത്രം അവിടെ ഉയരുക തന്നെ ചെയ്യും. അത് ഉയർന്നതിന് ശേഷം എരുമേലിയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ അവിടെ വരും. അതോടുകൂടി എരുമേലി എന്നുള്ള സ്ഥലത്തിൻ്റെ തന്നെ ഇനി പ്രാധാന്യം കൂടാൻ പോവുകയാണ്. ഒരു വളരെ നല്ല വിശദീകരണമാണ് താങ്കൾ തന്നത്. കാരണം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം അവിടെ എന്തായാലും വരും എന്ന ഒരു പ്രസ്താവന ഞാൻ ശ്രീ വി ജി തമ്പിയുടെ കേൾക്കുകയുണ്ടായി. നല്ല കാര്യം. പക്ഷേ അതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ചില സംശയങ്ങളും ചില ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭരണ കക്ഷിയിൽപ്പെട്ട ആൾക്കാരെ കണ്ട് ഈ വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളൊരു രാഷ്ട്രീയക്കാരോട് പോയി വിശദീകരണം നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ സമൂഹത്തിനോട് വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇവിടെ യാതൊരുവിധ സ്വാർത്ഥ താല്പര്യവുമില്ല. ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു മതസംഘടനയുടെ എന്താ പറയുക ഒരു ആഭിമുഖ്യത്തിലല്ല ഈ ക്ഷേത്രം വരാൻ പോണേ. മറിച്ച് എല്ലാവരുടെയും സഹകരണമുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കും. ഒരു പക്ഷേ ഒരു ട്രസ്റ്റ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു വ്യക്തി ആയിരിക്കില്ല. ഇപ്പോൾ ജോഷി പ്രഭാകർ എന്നുള്ള വ്യക്തിയുടെയാണ് സ്ഥലമെങ്കിലും അത് ഭാവിയിലോട്ട് അവിടെ ക്ഷേത്രം എങ്ങനെ വരണം എന്നുള്ളത് എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ആർക്കും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. അവിടെ വരുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു പരിപാവനമായ ഒരു സങ്കല്പമാണ്. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും വരാം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ശബരിമലയിൽ ഹിന്ദുക്കൾ മാത്രമാണോ പോകുന്നതല്ലല്ലോ. ബാബറിൻ്റെ അമ്പലം വരുമ്പോൾ ഏത് വിശ്വാസിക്കും അവിടെ വരാം. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അയ്യപ്പസ്വാമി എന്താണോ പറഞ്ഞിരിക്കുന്നത്, ശബരിമലയിൽ നമ്മൾ എന്താണോ വർഷങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ച് പോരുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ, ആർക്കും വരാം. മുസ്ലിം സഹോദരങ്ങൾക്ക് വരാം, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വരാം, എല്ലാവർക്കും വരാം. ഇവിടെ നമ്മൾ ഒരു മതമോ ജാതിയോ പറയുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്ഥലം എത്രയോ വർഷങ്ങളായിട്ട് കൈമറിഞ്ഞു പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പുത്തൻ വീട് അവരുടെ ആയിരുന്നു ആ സ്ഥലം. അതിനുശേഷം ഒരുപാട് കൈമറിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും ആ സ്ഥലം ഒരു എന്താ പറയണ്ടേ, വേറെ ഒന്നും അവിടെ ഇതുവരെ ഒരു കെട്ടിടം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അവിടെ വരേണ്ടതൊരു ക്ഷേത്രമായിരുന്നു. അതിനുള്ള ആ ഒരു എന്താ പറയണ്ടേ സാഹചര്യം ഒത്ത് ഇപ്പോൾ വന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ഷേത്രം അവിടെ വരും. ആ ക്ഷേത്രം വരുമ്പോൾ എരുമേലിത് മാത്രമല്ല, കേരളം എന്ന് മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കൂട്ടായ്മ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത ഒരു നടപടിയായിട്ട് എന്താണ് കണ്ടിട്ടുള്ളത്? അടുത്ത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു 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 സംഘടനയായിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ആ ട്രസ്റ്റ് കൂടുതൽ ട്രസ്റ്റുകൾ അതിനകത്ത് അംഗങ്ങളായിട്ട് വരും. ആ ട്രസ്റ്റ് ഏത് രീതിയിലാണോ അത് വിഭാവനം ചെയ്യുന്നത് അത് ആ രീതിയിൽ എല്ലാ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, ആരോ ഒരാൾ കോടതിയിൽ പോയി, അദ്ദേഹത്തിന് അറിവുണ്ടായെന്ന് തോന്നുന്നില്ല. അങ്ങനെ കോടതി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ആദ്യമേ ഒരു സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഒരു 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 റിട്ട് പെറ്റീഷനാണ് പോയത്. നമ്മൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കോടതിയെ സമീപിച്ചു, കോടതിക്ക് അത് മനസ്സിലായി, അത് ക്വാഷ് ചെയ്തു. അപ്പോൾ ആളുകൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഇതിനോടുള്ള ഒരു സപ്പോർട്ട് വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക്, അതായത് ക്ഷേത്രം പണിയാനുള്ള കൂട്ടായ്മ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പലരെയും നിങ്ങൾ ശ്രമിച്ചിരിക്കുമല്ലോ. ഈ തരത്തിലുള്ള ഒരു സ്വാഗതമാണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? വളരെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് വിജയ് തമ്പി അതിനിപ്പം നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിജയ് തമ്പി തന്നെ പല സോഷ്യൽ മീഡിയയിലും പറഞ്ഞതുപോലെ പല ഹിന്ദുമത സംഘടനകളുടെയും ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ വ്യക്തികൾ, ലോകത്തെമ്പാടുമുള്ള വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടോടു കൂടിയാണ് നമ്മൾക്ക് ഇത്രയും ഉറച്ച ഒരു വിശ്വാസം. ഇതിൻ്റെ എന്താ പറയണ്ടേ പൂർത്തീകരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കും. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലും വളരെ നല്ല കാര്യം. ഇത്രയും കാര്യങ്ങളിലൂടെ വിശദീകരിച്ചതിനും ഇത്രയും വലിയൊരു ഉദ്യമത്തിന് മുൻകൈയെടുത്ത് ഇറങ്ങിയതിനും വളരെ സന്തോഷമുണ്ട്.
താങ്കളുടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും വാവരസ്വാമി ക്ഷേത്രം എരുമേലിയിൽ വരിക തന്നെ ചെയ്യും. ഉണ്ടാകട്ടെ. താങ്ക് യു.